ഇന്നത്തെ വീഡിയോയിലെ ഞാൻ നിങ്ങളുടെ കൂടെ ഒരു അഭിപ്രായം ചോദിക്കുകയാണ്. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എത്ര പേർക്ക് സ്വന്തമായിട്ട് വീടുണ്ടാകും എന്നെനിക്കറിയില്ല. ഈ അടുത്തിടയ്ക്ക് വീടായിട്ടുള്ള ആളുകൾ ഉണ്ടാവും എന്ന് എനിക്കറിയില്ല. നിങ്ങൾ സ്വന്തമായിട്ട് ജോലി ചെയ്ത് വീട് വാങ്ങിച്ച് എത്ര പേരുണ്ടാവും എന്ന് എനിക്കറിയില്ല. അപ്പോൾ നമുക്കൊക്കെ സ്വന്തം ഒരു വീടെന്ന് പറയുമ്പോൾ നമ്മൾ ജീവിച്ചു വരുന്ന കാലഘട്ടം നമ്മളെ പേരൻസ് നമുക്കായിട്ട് ചെയ്തു വെക്കുന്ന വീടുകളായിരിക്കും. അതിൽ ചില ആളുകൾക്ക് ഈ അടുത്തിടെ വീട് വെച്ചവരുണ്ടാവും വളർന്നു വലുതായതിനു ശേഷം. അല്ലാതെ ചില ആളുകൾക്ക് അവർ ജനിക്കുമ്പം തന്നെ വീടുണ്ടാവും. ആ വീട് ജീവിച്ചു വരുന്നതാണ് നമ്മളെ വീടെന്ന് നമ്മൾ പറഞ്ഞു പോകുന്നത്. നമ്മുടെ സ്വത്തെന്ന് നമ്മൾ പറഞ്ഞു പോകുന്നില്ല. പെൺകുട്ടികളുള്ളവരാണെങ്കിൽ കുറച്ച് സ്വർണവും കാര്യങ്ങളും സമ്പാദ്യമായിട്ട് വെച്ചിട്ടുണ്ടാവും. അതിൽ ചെറുതൊക്കെ നമുക്ക് ഇടാൻ തന്നിട്ടുണ്ടാവും. ബാക്കിയുള്ളത് അവർ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടാവും. വളർന്നു വലുതായി നമ്മുടെ ഓരോ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുക. ഇതുപോലെ തന്നെയാണല്ലോ എല്ലാവരും സാധാ ജീവിതത്തിൽ സംഭവിച്ചു പോവുക. ഇതുപോലെ തന്നെ ഒരു ജീവിതം സംഭവിച്ചുകൊണ്ട് പോയിരുന്ന ഒരു കുട്ടിയായിരുന്നു ഞാൻ. എനിക്ക് വളരെ ചെറിയ പ്രായത്തിൽ, എനിക്ക് വളരെ കുഞ്ഞു പ്രായമായിരിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ വീട്ടിൽ നടന്നു കളിക്കുന്ന പ്രായത്തിൽ തന്നെ എനിക്കായിട്ട് വസ്തു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു ചെറിയ വീടും വെച്ചിട്ടുണ്ടായിരുന്നു. 10 സെൻറ്റ് വസ്തുവും ഒരു വീടുമായിരുന്നു. അത് മെയിൻ റോഡിൽ തന്നെ ബസ് സ്റ്റോപ്പിനടുത്ത് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഇങ്ങനെ ഒരു വസ്തു വാങ്ങിച്ച് നമ്മൾ അവിടേക്ക് താമസിക്കാൻ പോണ സമയത്ത് ഞാൻ ചെറിയ കുട്ടിയാണ്. അപ്പം ഒരു പേരൻ്റ് എനിക്കുള്ളൂ എന്നറിയാലോ. അപ്പം സ്ത്രീകൾ അങ്ങനെ ഒറ്റയ്ക്ക് പോയിട്ട് മെയിൻ റോഡ് സ്ഥലത്തൊന്നും താമസിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഗ്രാൻഡ് മദറും അവരുടെ ഒരു മകനും കൂടിയാണ് അവിടെ കയറി താമസിക്കുകയുണ്ടായിരുന്നത്. അവർ താമസിക്കാൻ കയറിയ ശേഷം പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുമില്ല, നമുക്കത് വിട്ടു തന്നിട്ടില്ല, ഒന്നുമില്ല. അവിടെ തന്നെ താമസിച്ചിട്ട് ഒരു 2 ഹജ്ജ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. ഈ മകൻ വേറെ വീടൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. തൊട്ടടുത്ത് തന്നെ 18 സെൻറ്റോളം വസ്തുവും വീടും വാങ്ങിച്ചിട്ട് പിന്നെ അത് മറിച്ച് വിറ്റിട്ടാണ് അവർ വേറെ പോയത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങൾ അവിടെ ഒരു കടയും കൂടെ വെച്ചിട്ട് ഇവരൊക്കെ സമ്പാദിച്ച് ജീവിക്കുകയുണ്ടായിരുന്നു. ഈ കാലഘട്ടം ഇത്രയും അവർ പറയുന്ന സ്ഥലങ്ങളിൽ പോയിട്ട് ഓരോ കുടുംബ വീട്ടിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ മറ്റൊരാളുടെ തിണ്ണയിലാണ് നമ്മൾ താമസിക്കേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ ഈ മറ്റൊരാളുടെ തിണ്ണയിൽ നമ്മൾ കിടക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് നിങ്ങൾക്കൊക്കെ പറയാതെ തന്നെ മനസ്സിലാവും. ആ ബുദ്ധിമുട്ടുകൾ പലപ്പോഴും ഞാൻ ഫേസ് ചെയ്ത സമയത്ത് ഒന്നുകിൽ ഇത് വിൽക്കാൻ അവസരം തരണം, അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ വാങ്ങിച്ച് പോകാനെങ്കിലും സമ്മതിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഒന്നും സമ്മതിക്കുകയുണ്ടായില്ല. ഈ കാലഘട്ടം മൊത്തവും നമ്മൾ സ്ത്രീകളാണല്ലോ, നമ്മൾ നടന്ന് ജീവിക്കുന്നതിൻ്റെ കൂടെ ഈ കുടുംബത്തിലുള്ള എല്ലാവരും കൂടെ നടന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് ഒന്നുമില്ലാത്ത 2 പേര് എന്ന് പറഞ്ഞിട്ട് നാട് മൊത്തവും പരത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് സ്വാഭാവികമായിട്ടും ഗ്രാൻഡ് മദർ താമസിക്കുന്നത് കൊണ്ട് തന്നെ കുടുംബ വീടെന്ന് പറഞ്ഞുണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും അതിൽ നിന്ന് ലാഭം എടുക്കാമെന്നുള്ളൊരു ചിന്താഗതി അവരുടെ മനസ്സിൽ വന്നു. 10 സെൻറ്റ് സ്ഥലമല്ലേ, ഞാനൊരു പെങ്കൊച്ചല്ലേ ഉള്ളൂ, എനിക്ക് ഈ 10 സെൻറ്റ് കൊണ്ടുപോയിട്ട് എന്തോ ചെയ്യാനാണ്. അതായത് ഞാൻ ചെറിയ ആളായിരിക്കുമ്പോൾ തന്നെ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ഈ 10 സെൻറ്റും കടയും വീടും കൂടെ ചേർത്തിട്ട് 30 ലക്ഷം രൂപ പറഞ്ഞിട്ടുണ്ട്. ഈ 30 ലക്ഷം രൂപയ്ക്ക് അതൊന്ന് വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊരു 10 ലക്ഷം എടുത്തിട്ട് നമുക്കൊരു വീട് വാങ്ങിക്കാം. ബാക്കി ഒരു 10 ലക്ഷം എടുത്തിട്ട് ഒരു ചെറിയ വീട് വാങ്ങിച്ചാൽ വാടകയ്ക്ക് കൊടുത്ത് മാസം ആ വാടക വാങ്ങിച്ചിട്ട് നമുക്ക് ജീവിക്കാം. ഒരു 10 ലക്ഷം ഒരു സെക്യൂരിറ്റി എമൗണ്ട് ആയിട്ട് നമുക്ക് അവിടെ വെച്ചിരിക്കാം. എനിക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ എൻ്റെ മാരേജിനും അങ്ങനെ എടുത്ത് പോവാം. ഒരാളെ ശല്യം ചെയ്യാതെ സന്തോഷമായിട്ട് സമാധാനമായിട്ട് എല്ലാവരെയും പോലെ തന്നെ അഭിമാനത്തോടു കൂടി ജീവിക്കേണ്ട ഒരു മുതലായിരുന്നു എനിക്കത്. അത് പക്ഷേ എനിക്കൊരു മുട്ടായിയുടെ ഗുണം പോലും ഉണ്ടാവാത്ത രൂപത്തിൽ ഞാനിങ്ങനെ തെരുവുതണ്ടിയെ പോലെ ജീവിച്ചിട്ട് അവരതിൽ ജീവിച്ചിട്ട് എല്ലാ ലാഭവും എടുത്തു. ബാക്കി മക്കളെല്ലാം അവരെ പാട്ടിൽ നടന്ന് സ്വത്തുണ്ടാക്കി. ഈ മക്കൾക്കൊക്കെ ഇത്രയും സ്വത്തുണ്ടാകുന്ന സമയത്ത് ഇവരെ ഉമ്മായ ആ വീട്ടിൽ നിന്ന് വിളിച്ചു മാറ്റി ഈ എത്തീമിൻ്റെ മുതൽ അത് അവിടെ ജീവിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കൊണ്ടുപോകാൻ ആരും തയ്യാറായിട്ടില്ല. ഒരു വീട്ടിലോട്ടും 2-3 വീട് വച്ചിട്ട് അവർ വാടകയ്ക്ക് കൊടുത്ത് അവർ താമസിക്കുകയായിരുന്നു. അവർ പിന്നെയും സമ്പാദിച്ചു, ഞങ്ങൾ പിന്നെയും ഇല്ലാത്തവരായി. അതിനിടയിൽ നമ്മളെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് സ്വർണം അതും ഇട്ടോ കൊതി തീരും മുന്നേ അതും ഞങ്ങൾ സൂക്ഷിച്ചാൽ ശരിയാവില്ല, അവർ കൊണ്ടുപോയി സൂക്ഷിച്ചോളാം, അതും കൈക്കലാക്കി അതും അവർ കൊണ്ടുപോയി അവരുടേതായ ആവശ്യങ്ങൾക്ക് എടുത്തിട്ട് ഈ നാട് മൊത്തം നടന്നിപ്പോൾ പറയണത് സ്വത്ത് അവരുടേതാണ്, നമ്മൾ പിടിച്ചു പറിക്കാൻ ചെല്ലുന്നു. സ്വർണ്ണമെന്ന് പറഞ്ഞൊരു സാധനമില്ല, പക്ഷേ അവർ ചോദിച്ചതുകൊണ്ട് ഞങ്ങൾ കൊടുക്കാൻ തയ്യാറാണ്, ഞങ്ങൾ ഔദാര്യത്തിൽ നിന്ന് എടുത്ത് കൊടുക്കുകയാണെന്ന് പറഞ്ഞുണ്ടാക്കുമ്പോൾ നിങ്ങളത് വാങ്ങാൻ തയ്യാറാവും. ഇതേ വസ്തു തന്നെ നമ്മൾ പള്ളിയിൽ പരാതി കൊടുത്തിട്ട് വിൽക്കാൻ പോയാണ്, നമുക്കിനി അവിടെ ഒന്നും ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ സമയത്ത് കുറച്ച് മണ്ണും കൂടി ഇട്ട് നികത്തി അവിടെ ഒന്നാക്കി കഴിഞ്ഞാൽ വലിയ വില കിട്ടുമെന്ന് പറഞ്ഞിട്ടു. ഞങ്ങൾ പറഞ്ഞു വലിയ വിലയൊന്നും വേണ്ട, പറയുന്ന വിലയ്ക്ക് നമുക്ക് കൊടുക്കാം. അപ്പോൾ ഇല്ല ഇങ്ങനെ തന്നെ ചെയ്യാൻ ഒക്കത്തോളൂ എന്ന് പറഞ്ഞു. പിറ്റേന്ന് തൊട്ട് അവിടെ മണ്ണിടുകയുണ്ട്. ഈ മണ്ണിടുന്ന സമയത്ത് വന്ന് ചോദിച്ചവരെല്ലാം പറഞ്ഞത് ഉമ്മ താമസിച്ച വീടാണ്, നിങ്ങൾക്കറിയത്തില്ലേ ഞങ്ങളെ കുടുംബ വീടാണ്, ഞങ്ങളിവിടെ വീട് വെക്കാൻ പോവുകയാണെന്നാണ് പറഞ്ഞത്. വീണ്ടും അവരുടെ ആണെന്നുള്ള അവരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരുടെ ആണെന്ന് ആധികാരികർ വരുത്താൻ വേണ്ടി അവരവിടെ മണ്ണിടുകയായിരുന്നു. എന്നിട്ട് ഇപ്പോൾ നടന്ന് പറയണു ഞങ്ങൾക്ക് ഒന്നും ഇല്ലാത്തത് കൊണ്ട് വീട് വെച്ച് തരാൻ വേണ്ടി അവർ വന്നേ, നല്ല കാര്യത്തിന് വന്നതാണെന്ന്. എന്നിട്ട് തിരിഞ്ഞിരുന്ന് പറയുന്നു നിനക്കൊക്കെ എന്ത് അവകാശം ഉണ്ടാട്ടാ ഇങ്ങോട്ട് കയറി വന്ന് ചോദിക്കുന്നതെന്ന്.
ഇങ്ങനെ നന്മമരം കളിക്കാൻ വേണ്ടി ജീവിതം എടുത്ത് പന്താടിയ ആൾക്കാരോട് എനിക്ക് എന്താണ് ഫീലിംഗ് തോന്നുക? നിങ്ങളൊന്ന് ചിന്തിച്ചു. അതിന് കൂട്ടു നിൽക്കുന്നവരോട് എനിക്ക് എന്താ തോന്നുക? അങ്ങേറ്റം എനിക്ക് ദേഷ്യവും വെറുപ്പല്ലേ എനിക്ക് തോന്നുള്ളൂ. എൻ്റെ ജീവിതത്തിൽ സമാധാനമായിട്ടൊന്ന് ജീവിക്കാം. നമ്മൾ ആ കുഞ്ഞു വീട്ടിലൊക്കെ ഒരു വീട് വാങ്ങിച്ച് ജീവിച്ചിട്ട് നമ്മളെ പേരൻസൊക്കെ ആയിട്ട് ഒരു പെരുന്നാൾ ആഘോഷിച്ചിട്ട്, അല്ലെ എന്തെങ്കിലും ഒരു വിശേഷം വരുമ്പോൾ അതൊക്കെ ആഘോഷിച്ചിട്ട് ഒന്ന് ബീച്ചിൽ പോയിട്ടോ അല്ലെ ഒരു സന്തോഷത്തിനൊന്ന് പുറത്തു പോയിട്ടോ ഒക്കെ വരുന്നത് അതുപോലെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. നമ്മളീ കിട്ടുന്നതല്ല, നമുക്ക് വീടില്ലല്ലോ, നമുക്കൊന്നുമില്ലല്ലോ എന്ന ചിന്താഗതിയിൽ ഇങ്ങനെ രണ്ടുപേര് നമ്മളെങ്ങോട്ട് പോകും. നമ്മൾ പറക്കിക്കെട്ടി നടക്കുന്ന കാഴ്ചകളൊക്കെ നിങ്ങളെ ഞാൻ കാണിച്ചു തന്നെയാണല്ലോ വീടുകളുടെയൊക്കെ